ഇന്ത്യയിലെ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് മെച്ചപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് നോർത്ത് ഇന്ത്യക്കാർ പറയുന്നത് കേൾക്കണം. അവർ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ വൃത്തിയും മെനയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ നാടിനെ. അവരുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ അവരുടെ നാട് ഇത്രയ്ക്ക് എന്താ പറയുക, നമുക്കാണെങ്കിൽ 44 നദികളുണ്ട്, വെള്ളത്തിനൊരു ക്ഷാമമില്ല, പച്ചപ്പിനൊരു കുറവുമില്ല. അതൊക്കെ കാണുമ്പോൾ അതല്ല ഇവിടെ ടൂറിസം ഇനിയും പ്രോഗ്രസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളൊന്ന് ടാപ്പിൻ ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനത്തെ നമ്മള് ടൂറിസം പിന്നെ ഐ ടിയുടെ കാര്യത്തിൽ ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആദ്യം കോളേജിൽ പഠിക്കുന്നവർക്ക് ഇവിടുന്ന് പോയി എങ്ങനെയെങ്കിലും ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ. കുറച്ച് നാൾ കഴിയുമ്പോൾ പെണ്ണ് കെട്ടിയൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടില് കുറഞ്ഞ ശമ്പളത്തിന് വേണമെങ്കിലും വന്ന് ജീവിക്കാന്നുള്ള ആഗ്രഹം. കാരണം നല്ല കാലമൊക്കെ എവിടെയെങ്കിലും പോയി നിൽക്കുന്നത് ഫാമിലി ടൈം ആണല്ലോ സാർ. അതെ അതെ. അതിനല്ല ബാംഗ്ലൂരൊക്കെ പൊല്യൂഷനൊക്കെ കൂടുതലും, പൊടിയും പൊല്യൂഷനും എല്ലാം കൂടുതലാണ്. അത് മെട്രോപൊളിറ്റൻ സിറ്റി. അതെ അതെ. ബോംബെ പറയണ്ട. ഡൽഹി പിന്നെ തൊടേ വേണ്ട. ഡൽഹി എങ്ങനെയാ നടന്നു പോകണമെന്നുള്ളത് അത്ഭുതം. അത് ഓർക്കുമ്പോൾ തന്നെ നല്ലതാണ് സാർ. ഞാൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് നല്ലതായിട്ട് അവിടെ ആ സെൻട്രൽ പ്ലേസ്, മിനിസ്റ്റേഴ്സും ബാക്കിയുള്ളവരൊക്കെ താമസിക്കുന്ന കുറെ ഏരിയയിലൊക്കെ അവിടെയൊക്കെ വൃത്തിയാണ്. കേരള ഹൗസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഭയങ്കര രസമാണ്. നമ്മൾ ആദ്യം ചെന്ന് അവിടെയാണ് ഇറങ്ങുന്നതെങ്കിൽ ഇന്ത്യ ഗേറ്റ് ആ ഒരു ഭാഗമൊക്കെ ഭയങ്കര ക്ലീനാണ്. ഇത്ര വൃത്തിയുള്ള സ്ഥലവും എന്നൊക്കെ നല്ല റോഡ്, നല്ല കുറച്ച് അങ്ങോട്ട് മാറി ഡൽഹിയിലോട്ടൊന്ന് ഇറങ്ങണം. ഔട്ടറിലേക്ക് മാറിയാല് എനിക്ക് എത്ര വട്ടം ഫുഡ് പോയ്സണിങ് അടിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഓൾഡ് ഡൽഹിയിലേക്ക് പോകാൻ പറ്റില്ല. അതെ.